അവഗണന മാത്രമല്ല അവഹേളനവും അപമാനവും കൂടിയാണ് ആശാ തൊഴിലാളികളോട് പിണറായി സർക്കാർ ചെയ്യുന്നതെന്ന പുതിയ വാദം നിരത്തി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് പി.വി. അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിനെതിരെ കിട്ടിയ ആയുധം വളരെ മൂർച്ച കൂട്ടി കയ്യിൽ കരുതാൻ അൻവർ ഒരു സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്നെത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിലും ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലും ഒരു സമരത്തിനോട് ഇത്രയും നീതി നിഷേധപരമായി ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണെന്നാണ് അൻവറിന്റെ മറ്റൊരു പരാമർശം. ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെയും ആശമാരെ വിളിക്കാൻ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ലത്രേ. ഇത് അൻവർ പറയുമ്പോൾ 5 വട്ടം ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചത് ആരാണെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അൻവർ ഇതൊക്കെ കാണാത്തതാണോ, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ എന്നാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്. അല്ലെങ്കിലും ഇടതും വലതും മാറി മാറി കളിക്കുന്ന അൻവറിനെ പോലെ ഒരാൾ ഇതുപോലെയുള്ള മുട്ടാമ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞില്ല എങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിയെയും അൻവർ വളരെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. ഈ ആശമാരുടെ സമരം പിണറായിയെയും കൊണ്ടേ പോകൂ എന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക എന്ത് പിൻബലമാണ് അൻവറിനുള്ളത്? അത്രയും ധാർഷ്ട്യത്തിൽ അത് ഉറപ്പിച്ചു പറയണമെങ്കിൽ ആശമാരുടെ പിന്നിൽ നിന്ന് കളിക്കുന്നത് കോൺഗ്രസുകാരാണെന്നുള്ള പൊതുജനത്തിന്റെ വിശ്വാസത്തിന് ആക്കം കൂടുകയാണ് എന്നുകൂടി പറയേണ്ടി വരും. തങ്ങൾ കാശുമുടക്കി ഇരുത്തിയിരിക്കുന്ന തൊഴിലാളികളെ ഇനിയും കാശുമുടക്കി എത്ര കാലം വേണമെങ്കിലും പിണറായിക്കെതിരെ ഇരുത്താൻ തങ്ങൾക്ക് കഴിയുമെന്നും ഞങ്ങൾ പറഞ്ഞാലല്ലാതെ ആശമാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകില്ല എന്നുമുള്ള കോൺഗ്രസുകാരുടെ ഉറപ്പ് തന്നെയാണ് അൻവറിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. മെയ് 5 മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ആശമാരുടെ രാപ്പകൽ കാൽനട ജാഥ ഒരു തീക്കാറ്റായി മാറുമെന്നും പിണറായി അതിൽ കരിഞ്ഞു വീഴുമെന്നും വെല്ലുവിളിക്കുകയാണ് പരസ്യമായി അൻവർ ചെയ്തത്. തീക്കാറ്റായി മാറാൻ മാത്രം പെട്രോളും മണ്ണെണ്ണയും കയ്യിൽ കരുതി പിന്നിൽ നിന്ന് കോൺഗ്രസുകാർ കളിക്കുന്നുണ്ട് എന്നുകൂടി വിളിച്ചു പറയാനുള്ള ആർജവം പിന്നെ ഈ സമയത്തെങ്കിലും അൻവറിന് കാണിച്ചുകൂടെ? മറ്റൊരു സമരത്തിന്റെ കാര്യത്തിലും ഇല്ലാത്ത ഉറപ്പാണ് ആശമാരുടെ സമരത്തിൽ കോൺഗ്രസുകാർക്ക്. ദിവസക്കൂലിക്ക് തൊഴിലാളികളെ ഇറക്കി സമരം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കാശ് മുതലാക്കാനും കോൺഗ്രസുകാർക്ക് നന്നായിട്ടറിയാമെന്ന് അൻവറിന്റെ ശൗര്യം കാണുമ്പോൾ മനസ്സിലാവും. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെയും കൊണ്ട് പിന്തുണ തേടി ആദ്യം വരുന്നത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ സമരപന്തലിൽ ആയിരിക്കുമെന്നും അവിടെയുള്ള ആശമാരോട് അനുഗ്രഹം തേടിയതിനു ശേഷം മാത്രമായിരിക്കും പ്രചരണം ആരംഭിക്കുക എന്നും അൻവർ വെല്ലുവിളിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഇനി വരാനുള്ള കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസുകാർ ഈ നാടകമൊക്കെ തട്ടിക്കൂട്ടി കളിക്കുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ല കേരളത്തിലെ പൊതുജനം. എന്നെങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും കോൺഗ്രസ് പുറത്തിറക്കുന്ന ആയുധവും ആശമാരുടെ സമരം തന്നെ ആയിരിക്കുമെന്ന് അൻവർ പറയുമ്പോൾ പറയാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പിണറായി സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ മറ്റ് ആയുധങ്ങളൊന്നും കോൺഗ്രസുകാരുടെ കയ്യിലില്ല എന്ന്. കോൺഗ്രസിന് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തന്നെ ഇപ്പോഴും ഉറപ്പില്ല. ഇനി ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ അടുത്തേക്ക് കൊണ്ടുവരാമെന്നുള്ള അൻവറിന്റെ വാക്കൊന്നും വിശ്വസിക്കാനും പറ്റില്ല. കാരണം അൻവർ പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ ഇതുവരെയും കോൺഗ്രസുകാർ പോലും തയ്യാറായിട്ടില്ല എന്ന് ഓർക്കണം. കുറഞ്ഞ പക്ഷം ആ പാർട്ടിയിലേക്ക് ഒന്ന് കയറിപ്പറ്റാനെങ്കിലും നോക്കാൻ പറയും. എന്നിട്ട് പോരെ ഈ വീരവാദമൊക്കെ പറയുന്നത്? ഇടതും വലതും പടിഞ്ഞാറും ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ തന്നെ ഇത്തരം വായിൽ കൊള്ളാത്ത വർത്തമാനം പറയേണ്ട കാര്യമുണ്ടോ?